വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് സേഫ്റ്റി മാനേജ്മെന്റ് റിവിഷനാണ് ആദ്യം നടത്തുന്നത്. അതിൽ നോക്കിയുള്ള ഞാൻ ക്വസ്റ്റ്യൻ ടാഗ് കൂടിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ആദ്യത്തേതിൽ നോക്കി എന്താണ് വാട്ട് ഈസ് ദ നീഡ് ഓഫ് സേഫ്റ്റി, എന്തിനാണ് സേഫ്റ്റിയുടെ ആവശ്യകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം സുരക്ഷയില്ലെങ്കിൽ ആക്സിഡന്റ് ഉണ്ടാവും, ഇഞ്ചുറി ഉണ്ടാവും, ലോസ് ഉണ്ടാവും, ഡാമേജ് ഉണ്ടാവും, അത് വലിയ നഷ്ടമായിരിക്കും, പ്രശ്നങ്ങൾ. അപ്പോൾ ഇതിൻ്റെയാണ് എ വർക്ക് എൻവയോൺമെന്റ് free from injuries and accident attract employees. ഏത് തൊഴിൽശാലയിൽ അപകടങ്ങളോ കാര്യങ്ങളില്ല അവിടെ തൊഴിലാളികൾക്ക് വളരെ ഇഷ്ടമായിരിക്കും. ഇറ്റ് ഈസ് ദ റൈറ്റ് ഓഫ് ഓൾ എംപ്ലോയീസ് ടു ഹാവ് എ സേഫ്റ്റി ഇൻ ദ വർക്ക് പ്ലേസ്. സുരക്ഷ എന്നത് പറയുന്നത് തൊഴിൽശാലയിൽ സുരക്ഷ തൊഴിലാളികളുടെ ഒരു അവകാശമാണ്. വെൽ ഇംപ്ലിമെന്റഡ് സേഫ്റ്റി മെഷേഴ്സ് കീപ് എംപ്ലോയീസ് സേഫ് ആൻഡ് ഓൾസോ പ്രൊട്ടക്ട് ഇൻഡസ്ട്രി എക്യുപ്മെന്റ്. അപ്പം നല്ലൊരു സുരക്ഷാ മാനദണ്ഡം പരിപാലിക്കുന്ന ഏതൊരു ഇൻഡസ്ട്രിയിലും എന്താണ്, തൊഴിലാളികൾ സുരക്ഷിതമായിരിക്കും, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയും സുരക്ഷിതമായിരിക്കും. ഔട്ട് ഓഫ് സർട്ടൺ ഓക്യുപ്പേഷൻ തൗസൻഡ്സ് ഓഫ് വർക്കേഴ്സ് ആർ ഇഞ്ചേർഡ്. ചില പ്രൊഫഷനിൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് തൊഴിലാളികൾ ഇഞ്ചേർഡ് ആവുന്നുണ്ട്, അവർ മരിക്കുന്നുണ്ട്, ലോസ് ഓഫ് ലൈഫ് ആൻഡ് ഗെറ്റ് ഡിസീസ്, അസുഖങ്ങൾ വരുന്നുണ്ട്. ആ മൂലം എന്താ വരുന്നത്, മില്യൺസ് ഓഫ് വർക്കിംഗ് ഡേയ്സ് ആർ ലോസ് and medical and compensation expenses run into millions. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ വലിയ സാമ്പത്തികമായ പരാധീനതയെ പോവുകയാണ്. അതുകൊണ്ട് എപ്പോഴും എന്താണ്, ആക്സിഡന്റ് ഫ്രീ ആയിട്ടുള്ള സുരക്ഷിതമായിട്ട് തൊഴിലാളികൾക്ക് സുരക്ഷിതം, ഇൻഡസ്ട്രിക്ക് സുരക്ഷം, അതേപോലെ തന്നെ ജനങ്ങൾക്ക് സുരക്ഷിതമുള്ള വേണമെങ്കിൽ സേഫ്റ്റി കൂടിയേ തീരൂ, അല്ലെ നടക്കില്ല. ഇനി വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വർക്ക് പ്ലേസ് സേഫ്റ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി? ഉൽപാദനവും സുരക്ഷയും തമ്മിലുള്ള ബന്ധം എന്താണ്? നോക്കിയോളൂ, തൊഴിലാളികളിൽ എന്ന് ബൈ ഡെവലപ്പിംഗ് എ സേഫ്റ്റി കൾച്ചർ they were able to increase employee productivity by 24% and reduce factory cost by 20%. ഏത് വർക്ക് പ്ലേസിൽ സുരക്ഷയുണ്ടോ അവിടെ എന്ത് ചെയ്യാണ്, 24% ഉൽപാദനം കൂട്ടാനും അതേപോലെ തന്നെ അനാവശ്യമായ ആക്സിഡന്റ് കോസ്റ്റ് 20% കുറയ്ക്കാനും കഴിയുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ് റെഡ്യൂസ്ഡ് സിക്ക് പേ ആൻഡ് വർക്കേഴ്സ് കോമ്പൻസേഷൻ ക്ലെയിം എമംഗ് വിത്ത് ഡിസീസ്ഡ് ആബ്സെന്റിസം ആൻഡ് എംപ്ലോയി ടേൺ ഓവർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യം നല്ലൊരു സേഫ്റ്റി ഉള്ളിടത്ത് പ്രൊഡക്ഷൻ പെർഫെക്റ്റ് ആയിരിക്കും, തൊഴിലാളികൾ നിത്യേന ജോലിക്ക് വരും, അപകടങ്ങൾ ഉണ്ടാവില്ല, അതുകൊണ്ട് ഏതാണ് ആക്സിഡന്റ് കോസ്റ്റ് ഉണ്ടാവില്ല, അതേപോലെ തന്നെ ആബ്സെന്റിസം ഉണ്ടാവില്ല. പിന്നെ എന്താണ്, എംപ്ലോയി ടേൺ, അനാവശ്യമായിട്ട് അസുഖങ്ങൾക്ക് പോകുമ്പം എന്ത് ചെയ്യണം, തൊഴിലാളികളെ വേറെ എടുക്കാനും തൊഴിലാളികളുടെ സംഖ്യ പരിമിതിയായിട്ട് കൃത്യമായ ഒരു മാൻ പവറിൽ ഓടിക്കാൻ പറ്റും. വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ആക്സിഡന്റ് ഇൻ എ വർക്ക് പ്ലേസ്? ഒരു അപകടത്തിന്റെ വില എന്താണ്? Cost of accidents are financial losses to the management arising out of accident at workplace. ഒരു തൊഴിൽശാലയിൽ അപകടം സംഭവിക്കുക, അതിൽ അവിടെയുള്ള മുതലാളി നേരിടുന്ന സാമ്പത്തിക നഷ്ടത്തെയാണ് എന്ത് പറയുന്നത്, കോസ്റ്റ് ഓഫ് ആക്സിഡന്റ്. ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ടു വേർഡ്. അതിനെ രണ്ടായിട്ട് തരംതിരിക്കാം, ഡയറക്റ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ഇൻഷുർഡ് കോസ്റ്റ്. ഫോർ ആക്സിഡൻസ് ആർ യൂഷ്വലി കൺസിഡേർഡ് ആസ് കോസ്റ്റ് കവേർഡ് ബൈ വർക്കേഴ്സ്, compensation, insurance and other minor medical cost for the employment. ഇൻഷുർഡ് ആയ കോസ്റ്റ് സാധാരണ എക്സ്പെൻഡിച്ചർ ആയിട്ട് വരുന്നത് ഇൻഷുറൻസിൽ കവർ ചെയ്യുന്നതാണ് ഡയറക്റ്റ് കോസ്റ്റ്. ദ കമ്പനി പേ ഇൻഷുറൻസ് ടു കവർ ദിസ് കോസ്റ്റ്. ഇൻഡയറക്റ്റ് കോസ്റ്റ് ആർ ഓൾ അൺഇൻഷുർഡ് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് them. ഒരിക്കലും ഇൻഷുർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള മറ്റ് ആക്സിഡന്റിന് ശേഷം ബാധിക്കുന്ന മറ്റു ചെലവുകളെയാണ് എന്ത് പറയുന്നത്, ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. എപ്പോഴും ഡയറക്റ്റ് കോസ്റ്റിനെക്കാട്ടും 4 മുതൽ 6 മടങ്ങ് കൂടുതലായിരിക്കും ഇൻഡയറക്റ്റ് കോസ്റ്റ്. അതിന്റെ കാൽക്കുലേഷൻ അതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, അത് നോക്കിയിട്ട് പഠിക്കാം. അടുത്ത സ്ലൈഡ് നോക്കുക, സേഫ്റ്റി പ്രൊമോഷൻ ചാപ്റ്റർ 2 ആണ്. വാട്ട് ഡു യു മീൻ ബൈ സേഫ്റ്റി പ്രൊമോഷൻ? സേഫ്റ്റി പ്രൊമോഷൻ എന്ന് വെച്ചാൽ എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റിയെ പരിപോഷിക്കുക, അതിനെ നല്ല നിലയിൽ വളർച്ചയെടുത്ത് കൊണ്ടുവരുന്ന ആ പ്രോസസ്സ് പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് സേഫ്റ്റി പ്രൊമോട്ട്. പ്രൊമോട്ട് ചെയ്യുക എന്ന് വെച്ചാൽ അതിനെ നല്ല രീതിയിൽ വളർത്തി എടുക്കുക. ഓക്കെ, സേഫ്റ്റി പ്രൊമോഷൻ മീൻസ് പ്രോസസ് ആൻഡ് പ്രൊസീജിയേഴ്സ് that are used to develop, sustain and improve safety through awareness arising and
changing behavior. Okay, through awareness arising. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോധം വളർത്തിയിട്ട് അതേപോലെ തന്നെ തൊഴിലാളികളുടെ സ്വഭാവങ്ങൾ വളരെ സേഫ്റ്റി കൾച്ചറിലേക്ക് മാറ്റിയിട്ട് സുരക്ഷയെ ഉറപ്പാക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് സേഫ്റ്റി പ്രൊമോഷൻ. ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ആക്സിഡന്റ് ഇൻസൈഡ് എ ഫാക്ടറി? ഒരു ഫാക്ടറിയിൽ ഒരു ആക്സിഡന്റ് നടന്നാണ് അതിന്റെ ഉത്തരവാദിത്വം ആരിലാണ് ഏൽപ്പിക്കപ്പെടുന്നത്? The occupier of the factory is responsible for accident occurring inside a factory as per statutory legislation. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ എഴുതപ്പെട്ട നിയമം അനുസരിച്ച് ഫാക്ടറി ആക്ട് അനുസരിച്ച് അത് ഉടമസ്ഥനിൽ ബാധ്യസ്ഥരാണ്. Factory Act 1948 as amended 1976. It is the duty of management to provide a complete working environment. ഇതിന് എന്ത് ചെയ്യുന്നു? ഒരു മാനേജ്മെന്റിന് ഏർപ്പാടാക്കാണ്. ആ മാനേജ്മെന്റ് ആണ് എന്ത് വർക്ക് പ്ലേസിൽ സുരക്ഷ ഉറപ്പാക്കാൻ ബാധ്യസ്ഥരായവർ. വാട്ട് ആർ ദ സ്റ്റെപ്പ് ടു മെയിൻറ്റെയിൻ സേഫ് വർക്കിംഗ് എൻവയോൺമെന്റ്? ഒരു സുരക്ഷയുള്ള വർക്കിംഗ് പ്ലേസ് ഉണ്ടാക്കണം. എന്തെല്ലാം നടപടികളാണ് നിങ്ങൾ ചെയ്യേണ്ടത്? എന്താ വേണ്ടത്? ആദ്യം സേഫ് ബിൽഡിംഗ് വിത്ത് വെൽ പ്ലാൻഡ് ലേ ഔട്ട്. നല്ല സുരക്ഷിതമായ ഒരു ബിൽഡിംഗ് ഉണ്ടായിരിക്കണം. അതിലെന്താണ് ആ പ്രൊഡക്ഷന് വേണ്ടിയുള്ള മെഷീനറി കാര്യങ്ങൾ എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് ലേ ഔട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഫ്രീ പാസേജ് ആൻഡ് സഫിഷ്യൻറ്റ് സ്പേസ് ടു വർക്ക്. പിന്നെ നടന്നു പോകാനുള്ള വഴികൾ കാര്യങ്ങൾ കാരിഡോർ ഇതെല്ലാം എന്താണ് വളരെ ഫ്രീ ആയിരിക്കണം. അതിൽ വേറെ സാധനങ്ങൾ തട്ടി വീഴുന്ന രീതിയിലൊന്നുള്ള പാസേജ് ഒക്കെ പെർഫെക്റ്റ്ലി മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ തന്നെ ജോലി സ്ഥലത്ത് തൊഴിലാളികൾക്ക് നീങ്ങാനും വർക്ക് ചെയ്യാനുള്ള സഫിഷ്യൻറ്റ് സ്പേസ് ഉണ്ടായിരിക്കണം. സൗണ്ട് വെന്റിലേഷൻ, ഒരു പെർഫെക്റ്റ് ശുദ്ധവായു കിട്ടാനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. പെർഫെക്റ്റ് ലൈറ്റിംഗ് ഉണ്ടായിരിക്കണം. പിന്നെയോ ശബ്ദത്തിൽ നിന്നുള്ള ഒരു സംരക്ഷണം ഉണ്ടായിരിക്കണം. പിന്നെയോ ടെമ്പറേച്ചർ കൺട്രോൾ ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ താപം ശരീരത്തിന് അനുയോജ്യമായ താപനില അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. ഗുഡ് അറേഞ്ച്മെന്റ് ഫോർ സ്റ്റോറേജ് ഓഫ് ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്. അത് കഴിഞ്ഞിട്ട് സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അല്ലെങ്കിൽ സഫിഷ്യൻറ്റ് സ്റ്റോറേജ് ഫെസിലിറ്റീസ് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. എല്ലായിടത്തും വാരി വലിച്ച് ആകെ അലങ്കോലപ്പെടുത്തിയിടാൻ പാടില്ല. പിന്നെ പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെന്റ്. പിന്നെ എപ്പോഴും വേസ്റ്റ് ഉണ്ടാവും. ആ വേസ്റ്റ് വേണ്ട രീതിയിൽ കളക്ട് ചെയ്ത് ഡിസ്പോസ് ചെയ്യാനുള്ള പ്രത്യേക സംവിധാനം ഉണ്ടായിരിക്കണം. ദെൻ പ്രൊട്ടക്ഷൻ ഫ്രം ഹസാർഡ് എന്നുള്ള സംരക്ഷണം ഉണ്ടായിരിക്കണം. പ്രോപ്പർ ട്രെയിനിങ് കൊടുത്തിരിക്കണം. പ്രോപ്പർ സൂപ്പർവിഷൻ അവിടെ അവൈലബിൾ ആയിരിക്കണം. തൊഴിലാളികൾക്ക് വർക്ക് ചെയ്യുമ്പോൾ പ്രൊവിഷൻ ഓഫ് PPE, ശരിയായ PPE കൊടുത്തിരിക്കണം. ഫയർ കൺട്രോൾ സിസ്റ്റം ഉണ്ടായിരിക്കണം. തീ പിടിച്ചു കഴിഞ്ഞാൽ തീക്കെടുത്താനുള്ള എല്ലാവിധ സംവിധാനം ഉണ്ടായിരിക്കണം. പ്രഥമ ശുശ്രൂഷയ്ക്ക് ഫസ്റ്റ് എയ്ഡിനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. അവൈലബിലിറ്റി ഓഫ് ഡ്രിങ്കിങ് വാട്ടർ, ഓക്കെ, കുടിക്കാനുള്ള വെള്ളം, അങ്ങനെ തന്നെ വെൽഫെയർ ഫെസിലിറ്റീസ് കാര്യങ്ങൾ എല്ലാം ഉണ്ടായിരിക്കണം. ഇനി വൈ സൂപ്പർവൈസേഴ്സ് ആർ കീ പേഴ്സൺ ഇൻ പ്രിവെന്റിങ് ആക്സിഡന്റ്? എന്തുകൊണ്ടാണ് സൂപ്പർവൈസേഴ്സ്, വർക്ക് സൂപ്പർവൈസേഴ്സ് എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് വ്യക്തിയാവുന്നത്? സൂപ്പർവൈസേഴ്സ് ക്യാരി ഔട്ട് ഇൻസ്ട്രക്ടിങ്, ഗൈഡിങ്, മോണിറ്ററിങ് and observing employees while they are performing job in the organization. ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ തൊഴിലാളികൾ ജോലി ചെയ്യുമ്പം അവരെ ഗൈഡ് ചെയ്യുന്നു, നിയന്ത്രിക്കുന്നു, അവരെ മോണിറ്റർ ചെയ്ത് വളരെ രീതിയിൽ നയിക്കുന്ന വ്യക്തിയാണ് സൂപ്പർവൈസർ. ദ റോൾ ഓഫ് സൂപ്പർവൈസർ എന്തെല്ലാം അയാൾക്കൊരു ഇൻഡസ്ട്രിയിലെ റോള്? ഈസ് എ ബാക്ക് ബോൺ, നട്ടലാണ്. ബ്രിഡ്ജ് ബിറ്റ്വീൻ മാനേജ് ആൻഡ് വർക്കേഴ്സ്, തൊഴിലാളികളും മാനേജ്മെന്റ് കൂട്ടിയിണക്കുന്ന കണ്ണിയാണ്. ദെൻ ഫ്രണ്ട് ലൈൻ സേഫ്റ്റി പേഴ്സൺ, തൊഴിലാളികൾ വർക്ക് ചെയ്യുമ്പം അവിടെ സൂപ്പർവൈസ് ചെയ്യുന്ന വ്യക്തിയാണ്. അവരെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഫസ്റ്റ് സേഫ്റ്റി പേഴ്സൺ ആണ് സൂപ്പർവൈസർ. പിന്നെയോ ഈസ് എ മിഡിൽ മാനേജർ. കാരണം എന്താണ്? മാനേജ്മെന്റ് കൊടുക്കുന്ന ടാസ്കിന് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഏതാണ് വിത്തൗട്ട് എക്കണോമിക് ലോസ് ഇല്ലാതെ ഇൻ ടൈമിൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്ന ഉത്തരവാദിത്വം. ആക്സിഡന്റ് കൊസേഷൻ ആൻഡ് പ്രിവെൻഷൻ ചാപ്റ്റർ 3 ആക്സിഡന്റ് എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു, അതിനെ നിങ്ങൾക്ക് എങ്ങനെ തടുക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ഇതിൽ വരുന്നത്. വാട്ട് ഈസ് കൊസേഷൻ ഓഫ് ആക്സിഡന്റ്? ആക്സിഡന്റ് കൊസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? കൊസേഷൻ ഓഫ് ആക്സിഡന്റ് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദ ഒക്കറൻസ് ഓഫ് എ ആക്സിഡന്റ്. ഒരു ആക്സിഡന്റ് എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് കൊസേഷൻ ഓഫ് ആക്സിഡന്റ് പറയുന്നത്. The basic reason of accident are human related unsafe action and technical related unsafe condition.
രണ്ട് കാരണങ്ങളാണ് അപകടങ്ങളിൽ ഉണ്ടാവുന്നത്. ഒന്ന് മനുഷ്യനാൽ ചെയ്യപ്പെടുന്ന തെറ്റുകൾ, അതിനെ അൺസേഫ് ആക്ഷൻ എന്ന് പറയുന്നു. പിന്നെ സാങ്കേതികമായി സൃഷ്ടിക്കപ്പെടുന്ന തകരാറുകൾ, തെറ്റുകൾ, അതിനെ അൺസേഫ് കണ്ടീഷൻ എന്ന് പറയുന്നു. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് സേഫ്റ്റി ആണ് ലീഫ് വന്നിട്ട് ഓഫ് സേഫ്റ്റി. Safety can be defined as the freedom from occurrence of injury, loss, damage or interruption of work. Okay, safety നിർവചിക്കുക എങ്ങനെ? പൂർണ്ണമായ സ്വതന്ത്രമായ ഒരവസ്ഥ, ഇതിന്ന് മുറിവുണ്ടാവരുത്, മരണങ്ങൾ സംഭവിക്കരുത്, നാശനഷ്ടങ്ങൾ ഉണ്ടാവരുത്. പിന്നെയോ തൊഴിൽശാലയിലെ പ്രൊഡക്ഷൻ കാര്യങ്ങളിൽ തടസ്സം നേരിടാനും പാടില്ല. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഇങ്ങനെ സൃഷ്ടിക്കപ്പെടാത്ത സ്വതന്ത്രമായ അവസ്ഥയാണ് എന്ത് പറയുന്നത്? സേഫ്റ്റി എന്ന് പറയുന്നത്. വാട്ട് ഈസ് ആൻ ഇഞ്ചുറി? ഇഞ്ചുറി എന്ന് വെച്ചാൽ എന്താ? ഇഞ്ചുറി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ഹാം ഓർ ഡാമേജ് ടു ഹ്യൂമൻ ബോഡി കോസ്ഡ് ബൈ എക്സ്റ്റേണൽ ഫോഴ്സ്. ശരീരത്തിന് ഉണ്ടാക്കുന്ന കോട്ടങ്ങളെയാണ് എന്ത് പറയുന്നത്? ഇഞ്ചുറി എന്നത്. ഇത് സൃഷ്ടിക്കപ്പെടുന്ന ബാഹ്യശക്തിയിലാണ്. ബാഹ്യശക്തിയാൽ മനുഷ്യ ശരീരത്തിൽ അല്ലെങ്കിൽ വർക്കേഴ്സിന്റെ ശരീരത്തിന് ഏൽക്കുന്ന കോട്ടത്തെയാണ് എന്ത് പറയുന്നത്? ഇഞ്ചുറി എന്ന് പറയുന്നത്. ട്രോമ എന്ന് പറഞ്ഞാൽ എന്താ? ട്രോമ ഈസ് ദ ഇഞ്ചുറി വിച്ച് ക്യാൻ കോസ് പ്രൊലോങ്ഡ് ഡിസബിലിറ്റി ഓഫ് ഡിസ്ക്. ഓക്കെ, ഏത് ഇഞ്ചുറി വളരെയധികം ഡെത്ത് അല്ലെങ്കിൽ മരണം സൃഷ്ടിക്കാവോ അല്ലെങ്കിൽ ഡിസബിലിറ്റി സൃഷ്ടിക്കാവുന്നതാണെങ്കിൽ അതിനെ ട്രോമ എന്ന് പറയും. ട്രോമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഇഞ്ചുറി നിങ്ങൾക്ക് ഡിസബിലിറ്റി അല്ലെങ്കിൽ ജോലി ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ മരണം കൊണ്ടുവരുന്നു, ഇതിനെയാണ് ട്രോമ എന്ന് പറയുന്നത്. ഓക്കെ, ഇഞ്ചുറി ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഡിസാബിളിംഗ് ഇഞ്ചുറി, നോൺ ഡിസാബിളിംഗ് ഇഞ്ചുറി ഓർ ലോസ്റ്റ് ടൈം ഇഞ്ചുറി. അപ്പം ഇഞ്ചുറിയെ ഇൻഡസ്ട്രിയിൽ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഡിസാബിളിംഗ് ഇഞ്ചുറി, ജോലിക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ സൃഷ്ടിക്കുന്ന ഇഞ്ചുറി. നോൺ ഡിസാബിളിംഗ് ഇഞ്ചുറി ആണെങ്കിലും പക്ഷെ ആ ഇഞ്ചുറിയിൽ പോയി ജോലി ചെയ്യാം. മൂന്നാമത്തെ ലോസ്റ്റ് ടൈം ഇഞ്ചുറി. ലോസ്റ്റ് ടൈം ഇഞ്ചുറി എന്ന് വെച്ചാൽ 48 hours കൂടുതൽ ജോലിക്ക് വരാൻ പറ്റാതെ പിന്നെ ആബ്സെന്റിസം സൃഷ്ടിക്കുന്ന ഇഞ്ചുറിക്കാണ് എന്ത് പറയുന്നത്? ലാസ്റ്റ് ടൈം ഇഞ്ചുറി. ഇഞ്ചുറി കാരണം തൊഴിലാളിക്ക് 48 മണിക്കൂർ കൂടുതൽ തൊഴിൽശാലയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട അവസ്ഥയ്ക്കാണ് ലോസ്റ്റ് ടൈം ഇഞ്ചുറി. ഇത് റിപ്പോർട്ടബിൾ ഇഞ്ചുറിയാണ്. ഓക്കെ, വാട്ട് ഈസ് ഹസാർഡ്? ഹസാർഡ് എന്ന് വെച്ചാൽ എന്താണ്? ഹസാർഡ് ഈസ് എ പൊട്ടൻഷ്യൽ, ഒരു ശക്തിയാണ്. ടു കോസ് ഹാം ടു പീപ്പിൾ, ഡാമേജ് ടു പ്രോപ്പർട്ടി ഓർ എൻവയോൺമെന്റ്. ഏത് ജനങ്ങളെ ഇഞ്ചുറി, ലോസ്, ഡാമേജ്, അതേപോലെ തന്നെ എൻവയോൺമെന്റിനും ഡാമേജ് സൃഷ്ടിക്കാവുന്നതിന് ഹസാർഡ് എന്ന് പറയുന്നു. ആൻ ആക്റ്റീവ് ഹസാർഡ് ക്രിയേറ്റ് എമർജൻസി സിറ്റുവേഷൻ. എപ്പം ഹസാർഡ് വളരെ ആക്റ്റീവ് ആകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് തടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ ശക്തിമത്താകുന്നു, ആ കണ്ടീഷനെയാണ് എമർജൻസി സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിപുലമായ തോതിൽ നാശം അത് സൃഷ്ടിക്കാൻ തുടങ്ങുന്നു. അതാണ് ആക്റ്റീവ്. എപ്പം ഹസാർഡ് വിപുലമായ നാശം സൃഷ്ടിക്കുന്നതാണോ ആ കണ്ടീഷനെ നമ്മൾ എമർജൻസി എന്ന് പറയുന്നു. ഹസാർഡുകൾ ഏതെല്ലാം ഉള്ളത്? ഹസാർഡ്സ് ആർ ക്ലാസിഫൈഡ് ഫിസിക്കൽ, മെക്കാനിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ, എർഗോണോമിക്, സൈക്കോളജിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ന്യൂക്ലിയർ. വാട്ട് ഈസ് ആൻ ആക്സിഡന്റ്? അടുത്തത്, ആക്സിഡന്റ് ഈസ് ആൻ അൺപ്ലാൻഡ്, അൺഎക്സ്പെക്ടഡ് ഇവന്റ് വിച്ച് കോസ് ഓർ ലൈക്ലി ടു കോസ് ഇഞ്ചുറി, ലോസ്, ഡാമേജ് ഓർ ഇന്ററപ്ഷൻ ഓഫ് വർക്ക്. ആക്സിഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺപ്ലാൻഡ് ആണ്, നിങ്ങൾ ആദ്യമേ തയ്യാറാക്കിയതൊന്നുമില്ല, പെട്ടെന്ന് വരുന്നതും അതേപോലെ തന്നെ എന്ത് സൃഷ്ടിക്കുന്നതും ഇഞ്ചുറി, ലോസും ഡാമേജും ഇന്ററപ്ഷൻ ഓഫ് വർക്ക് സൃഷ്ടിക്കുന്ന ഏതൊരു ഇവന്റിനെയും നമ്മൾ ആക്സിഡന്റ്. ഇതിൽ ഇഞ്ചുറി ആവാം, ആവാതിരിക്കാം, ലൈക്ലി ആണ് ഓർ എന്താണ് അൺലൈക്ലി, മേ കോസ് ഓർ മേ നോട്ട്. അതാണ് വാട്ട് ഈസ്. അടുത്ത സ്ലൈഡ് നോക്കൂ. ആക്സിഡന്റ് കോസേഷൻ തിയറി. ആക്സിഡന്റ് എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നുവെള്ള അതിന്റെ തിയറിയാണ്, പ്രൂഫാണ്. ഓക്കെ, വാട്ട് ഈസ് ആക്സിഡന്റ് കോസേഷൻ തിയറി? ആക്സിഡന്റ് കോസേഷൻ തിയറി എന്ന് വെച്ചാൽ എന്താണ്? ആക്സിഡന്റ് കോസേഷൻ തിയറി പോസിറ്റ് എന്ന് വെച്ചാൽ സ്ഥാപിക്കുന്നു, പറയുന്നു, കൃത്യമായിട്ട് തെളിയിക്കുന്നു, അതിനെയാണ് പോസിറ്റ്. ഹൗ ആൻ ഇഞ്ചുറി ആക്സിഡന്റ് ഹാപ്പൻ? ഒരു ഇഞ്ചുറി ആക്സിഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാം, ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ വർക്കറിന് ഹാം സൃഷ്ടിക്കുന്ന, ഡാമേജ് സൃഷ്ടിക്കുന്ന ഒരു ആക്സിഡന്റ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇറ്റ് സേസ് ആക്സിഡന്റ് ഈസ് വൺ ഓഫ് ദ 5 factors that lead to an injury.
ആക്സിഡന്റ് എന്ന് പറയുന്നത് ഒരു സീക്വൻഷ്യൽ ഫാക്ടേഴ്സ് ആണ്. അതിൽ ആക്സിഡന്റ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. ആ സീക്വൻസ് ഫാക്ടേഴ്സ് ഏതെല്ലാണ്? ദ സീക്വൻസ് ഓഫ് ഇഞ്ചുറി. ഒരു ഇഞ്ചുറി സംഭവിക്കണമെങ്കിൽ അതിന്റെ സീക്വൻസ് ഫാക്ടേഴ്സ്, ഒന്ന് സോഷ്യൽ എൻവയോൺമെന്റ്, രണ്ടാമത്തെ അൺസേഫ് ആക്ഷൻ, അതാണ് ഫാൾട്ട് ഓഫ് പേഴ്സൺ, അൺസേഫ് കണ്ടീഷൻ, ടെക്നിക്കൽ കണ്ടീഷൻ ഫെയിലിയർ, ദെൻ ആക്സിഡന്റ്, ലാസ്റ്റ് ഇഞ്ചുറി. ഇതാണ് ഈ 5 സീക്വൻസിലാണ് ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്നത്. ഒരു സോഷ്യൽ എൻവയോൺമെന്റ് എന്ന് വെച്ചാൽ ആ തെറ്റ് ചെയ്യിക്കുക അല്ലെങ്കിൽ ഒരു അപകട സൃഷ്ടിക്ക് കാരണമാകുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഷ്യൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അപകടം സൃഷ്ടിക്കാവുന്ന ഒരവസ്ഥ. അവിടെ ജോലി ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു? തൊഴിലാളികള് തെറ്റുകൾ ചെയ്യുന്നു. പിന്നെയോ അവിടെ അൺസേഫ് ആക്ഷൻ. ഇതാണ് ബേസിക് കോസ് വരുന്നത്. ഈ ബേസിക് കോസുകൾ ഒന്നിക്കുമ്പം എന്ത് ചെയ്യും? ആക്സിഡന്റ് ആയി പരിണമിക്കും. ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ ട്രൂ ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ ഇഞ്ചുറിയിൽ എത്തും. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ഇഞ്ചുറി ആൻഡ് നോ ഇഞ്ചുറി ആക്സിഡന്റ്? ഒരു ഇഞ്ചുറി നോൺ ഇഞ്ചുറി അല്ലെങ്കിൽ നിയർ മിസ്സും ഒരു ആക്സിഡന്റും തമ്മിലുള്ള റേഷ്യോ എന്താണ്? ഇൻ എ യൂണിറ്റ് ഓഫ് 330 ആക്സിഡന്റ്, 300 ആർ നോൺ ഇഞ്ചുറി അല്ലെങ്കിൽ നോ ഇഞ്ചുറി, 29 മൈനർ ഇഞ്ചുറി ആൻഡ് 1 ലാസ്റ്റ് ടൈം ഇഞ്ചുറി. അതിന്റെ രണ്ടിന്റെ ഗ്രാഫ് ഞാൻ സൈഡ് ബൈ സൈഡ് ആണ്, മറ്റേ അടിയിൽ എനിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ടാസ്കിൽ. അതിൽ എഴുതിയിട്ട് മുകളിലുള്ളതാണ് മേജർ ഇഞ്ചുറി 1, 29 മൈനർ ഇഞ്ചുറി, 300 അതാണ് നിയർ മിസ്സസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മേജർ ഇഞ്ചുറി ആക്സിഡന്റ് ലാസ്റ്റ് ടൈം ആക്സിഡന്റ് വരുമ്പോഴേക്കും 29 നിയർ മിസ്സസും 300 നിയർ മിസ്സസും 22 മൈനർ ഇഞ്ചുറീസും കൂടി അത് കടന്നു പോയിരിക്കും. അതാണ് തിയറി പറയുന്നത്. അൺസേഫ് ആക്ഷൻ എന്ന് വെച്ചാൽ അൺസേഫ് ആക്ഷനെ പറ്റി, മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകളെ പറ്റി. കാരണം ബേസിക് കോസ് ഓഫ് ആക്സിഡന്റ് അതിനെ പറ്റിയാണ് പറയുന്നത്. വാട്ട് ഈസ് അൺസേഫ് ആക്ഷൻ? എനി ആക്ടിവിറ്റി അല്ലെങ്കിൽ എനി work, any activity by workers which are not as per safety standard or practice which can result in an accident. ഏതൊരു തൊഴിലാളി അവന് അസുരക്ഷിതമായ പ്രവർത്തനം അല്ലെങ്കിൽ പ്രൊസീജിയർ വേരിയേഷൻ ചെയ്യുന്നു, അപ്പൊ അവന്റെ പ്രാക്ടീസ് പഠിപ്പിച്ചതല്ലാണ്ട് ചെയ്യാൻ പാടില്ലാത്ത, അതാണ് അൺസേഫ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അതിന്റെ അനന്തരഫലം എന്താണ്? ഒരു റിസൾട്ട് അല്ലെങ്കിൽ ആക്സിഡന്റ് സൃഷ്ടിക്കാവുന്ന ഏതൊരു അസുരക്ഷിതമായ തൊഴിലാളി സൃഷ്ടിക്കുന്ന പ്രവർത്തനത്തെയും അൺസേഫ് ആക്ഷൻ എന്ന് പറയാം. അടുത്തത്, വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് അൺസേഫ് ആക്ഷൻ? ഒരു സാധാരണ തൊഴിലാളികൾ ചെയ്യുന്ന അൺസേഫ് ആക്ഷൻസ് എന്തെല്ലാണ്? ഒന്ന്, ഓപ്പറേറ്റിംഗ് മെഷീനറി വിത്തൗട്ട് അതോറിറ്റി. കാരണം പറയുന്ന പണി എടുക്കാവും, അല്ലാത്ത ഒരിക്കലും ഏൽപ്പിക്കാത്ത പണി ചെയ്യരുത്. ഏൽപ്പിക്കാത്ത പണി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അൺസേഫ് ആക്ഷൻ ആണ്. രണ്ടാമത്, ഫെയിലിയർ ടു വാർണിംഗ്. ഇനി എന്താണ്? ഒരു വണ്ടി ഓടിക്കുന്നവൻ റോഡിൽ വേണ്ട സമയത്ത് വളയുന്ന സമയത്തൊക്കെ ഹോൺ കൊടുക്കണം. ഹോൺ കൊടുക്കുന്നില്ലെങ്കിൽ എന്താവും? അപകടം. അതുപോലെ തന്നെ ഓരോ ജോലി ചെയ്യുമ്പം അപകടങ്ങളെ മുൻകൂട്ടി അറിയിക്കണം. അതിൽ സൈറൺ ഉണ്ട്, കാര്യങ്ങൾ. അത് ചെയ്യുന്നില്ലെങ്കിൽ അപകടം. അത് അൺസേഫ് ആക്ഷൻ ആണ്. 3, വർക്കിംഗ് അറ്റ് ആൻ അൺസേഫ് സ്പീഡ്. കൂടുതൽ വേഗതയിൽ അല്ലെങ്കിൽ അപകടം സൃഷ്ടിക്കുന്ന വേഗതയിൽ വർക്ക് ചെയ്യുക. നോട്ട് യൂസിങ് PPE, സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. യൂസിങ് ഹാൻഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് ടൂൾ ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് കൈ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ബെയർ ഹാൻഡ്, നെയ്ക്കഡായിട്ട് കൈ ഉപയോഗിക്കുക, അവസാനം അപകടം പറ്റുക. അൺസേഫ് ലോഡിങ്, തെറ്റായ രീതിയിൽ എന്ത് ചെയ്യാണ്? സാധനങ്ങളെ കയറ്റും ഇറക്കുകയും ചെയ്യാൻ വേണ്ട രീതിയിൽ പ്രോപ്പർ ലാഷിങ് ചെയ്യുന്നില്ല, പ്രോപ്പർ ഇറക്റ്റ് ചെയ്യുന്നില്ല. ഇതിനൊക്കെയാണ് അൺസേഫ് ലോഡിങ്. അൺസേഫ് പോസ്റ്റർ, തെറ്റായ രീതിയിൽ നിന്നോ ഇരുന്നോ ഏതെങ്കിലും ജോലി ചെയ്യുക, പിന്നെ അവിടുന്ന് പറഞ്ഞു കെട്ടി വീഴുക അല്ലെങ്കിൽ അപകടം കിട്ടുക. അതിനാണ് അൺസേഫ് പോസ്റ്റർ. വർക്കിംഗ് ഓൺ റണ്ണിങ് എക്യുപ്മെന്റ്, ഇനിയോ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഓപ്പറേറ്റ് ചെയ്യുന്ന എക്യുപ്മെന്റ് ചില അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും വേണ്ടാത്ത പണി ഒപ്പിക്കുക. അതിനാണ്. കാരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കണ്ടീഷൻ ഓഫ് ചെയ്ത് സുരക്ഷിതമാക്കിയതിന് ശേഷമേ ചെയ്യാൻ പാടുള്ളൂ. ലൂസ് ക്ലോത്തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുമ്പോൾ കാറ്റിന് മെഷീൻ്റെ ഉള്ളിലേക്ക് പോയി പിടിച്ചു വലിക്കുന്ന രീതിയിലുള്ള ലൂസ് ക്ലോത്തിങ്, ലൂസ് ഹെയേഴ്സ്, കാര്യങ്ങൾ. അതന്നെ ഹാങ്ങിങ് ഓർണമെന്റ്സ്, ഇതൊക്കെ അതിൽ വരുന്നതാണ്. വർക്കിംഗ് അറ്റ് ഹൈറ്റ് വിത്തൗട്ട് ഫോൾ പ്രൊട്ടക്ഷൻ, ഉയരങ്ങളിൽ എന്താണ് വീഴ്ന്നു കഴിഞ്ഞാൽ സേഫ്റ്റി, പിന്നെ ബെൽറ്റ്, കാര്യങ്ങൾ, സേഫ്റ്റി
ഒന്നും ഉപയോഗിക്കാതെ റോപ്പ് ഒന്നും ഉപയോഗിക്കാതെ വർക്ക് ചെയ്യുക, അവസാനം താഴെ വീണ് മരണത്തിലേക്ക് പോവുക. ഇതിനെയാണ് അൺസേഫ് ആക്ഷൻ എന്നത്. What are the examples of unsafe conditions? Unsafe. ഇത് ആദ്യത്തെ ഹ്യൂമൻ റിലേറ്റഡ്, അടുത്തത് സാങ്കേതികം ടെക്നിക്കൽ ആണ്. അതിലെന്താണ് ആദ്യത്തെ അൺഗാർഡഡ് മിഷൻ, സുരക്ഷമായ കവചങ്ങൾ ഇല്ലാത്ത മിഷനറി അല്ലെങ്കിൽ എക്യുപ്മെന്റ്, ഡിഫക്റ്റീവ് എക്യുപ്മെന്റ് അല്ലെങ്കിൽ കേടുവന്ന മിഷനറി അല്ലെങ്കിൽ ടൂള്. അൺസേഫ് ഡിസൈൻ, തെറ്റായ രൂപകൽപ്പന. അൺസേഫ് ലേഔട്ട്, വേണ്ട നല്ല തെറ്റായ രീതിയിൽ അതിന്റെ ഇൻസ്റ്റലേഷൻ. പുവർ വെന്റിലേഷൻ, ശുദ്ധവായുവിന്റെ ലഭ്യത ഇല്ലാതിരിക്കുക. പുവർ ലൈറ്റിംഗ്, ആവശ്യമായ ലൈറ്റിംഗ് ഇല്ലാതിരിക്കുക. പുവർ അസ്യം, വേണ്ട വൃത്തിയും വെടിപ്പും ഇല്ലാതിരിക്കുക. സബ്സ്റ്റാൻഡേർഡ് PPE, കൊടുത്തിരിക്കുന്ന PPE എന്താണ്, ക്വാളിറ്റി ISI മാർക്കൊന്നും ഇല്ലാതെ സർക്കാർ കണ്ടുപിടിയിടാനുള്ള ടൈപ്പ് കൊടുക്കുക. ദെൻ ഫയർ ഹസാർഡ്, പിന്നെ തീ വരാനുള്ള സാധ്യതകൾ സൃഷ്ടിക്കുക. നോയിസ്, ശബ്ദം, മനുഷ്യ ശരീരത്തിൽ ഹാനി സൃഷ്ടിക്കുന്ന രീതിയിൽ ശബ്ദം വരിക. പിന്നെ റേഡിയേഷൻ എക്സ്പോസർ, പ്രസരണങ്ങൾ അനവധി രീതിയിൽ, എക്സ്റേ, IR, UV റേസസ് കാര്യങ്ങൾ, ഇതൊക്കെ ഉണ്ടാവുന്ന എക്സ്പോസർ. ഇതാണ് ഇതിലെ അൺസേഫ്. അടുത്തത് കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ എന്ന് വെച്ചോളൂ. അൺസേഫ് ആക്ഷൻ പറഞ്ഞു. ഒരു തൊഴിലാളി തെറ്റ് ചെയ്യണമെങ്കിൽ ആ തെറ്റിലേക്ക് നയിക്കുന്ന ഘടകങ്ങളെയാണ് കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ്. വാട്ട് ആർ ദ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ഓഫ് അൺസേഫ് ആക്ഷൻ? ഒരു തൊഴിലാളി തെറ്റ് ചെയ്യാനുള്ള പ്രേരക ഘടകങ്ങൾ ഏതാണ്? അവനെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഘടകം ഏതാണ്? അതാണ് കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ്. കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ആർ സബ് കോസസ് വിച്ച് ലീഡ് ടു ആൻ അൺസേഫ് ആക്ഷൻ. എന്തെല്ലാണ്? ദേ ആർ: ഒന്ന്, ലാക്ക് ഓഫ് ട്രെയിനിങ്, അത് ഒന്ന് വന്നിട്ടില്ല, കുത്തയുള്ളൂ. ലാക്ക് ഓഫ് ട്രെയിനിങ്. രണ്ട്, ലാക്ക് ഓഫ് എക്സ്പീരിയൻസ്, വേണ്ട ട്രെയിനിങ് കൊടുക്കാതെ അവനെ ജോലിക്കിടുക. ലാക്ക് ഓഫ് എക്സ്പീരിയൻസ്, ചിലപ്പോൾ എന്താണ്, പല ജോലികൾക്കും ഇത്ര പരിചയസമ്പന്ന ഉണ്ടായിരിക്കണം, പരിചയസമ്പന്ന ഇല്ലാത്തവനെ പിടിച്ച് ജോലിക്കിടുക. ലാക്ക് ഓഫ് സൂപ്പർവിഷൻ, വേണ്ട സൂപ്പർവൈസറെ അവിടെ ജോലി ചെയ്യുമ്പോൾ നിരീക്ഷണത്തിന് വെക്കാതിരിക്കുക. ഇഗ്നോറൻസ്, ഇഗ്നോറൻസ് എന്ന് വെച്ചാൽ ആ തൊഴിൽ വന്നു പക്ഷെ അതിനെപ്പറ്റി വലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാക്ടറിയുടെ ഘടനയെ പോലും അറിയില്ല, വളരെ എന്താണ് ഒന്നും അറിയാത്തൊരവസ്ഥ. ഓവർ കോൺഫിഡൻസ്, അറിയാം പക്ഷെ എന്താണ് കൂടുതലാണ്, അത് മതി, ഒന്നും സംഭവിക്കില്ല എന്നുള്ള അതിയായ ആത്മവിശ്വാസം. ഓക്കെ, അപകടം പിടിച്ച ഒന്നാണ് അത്. ഓക്കെ, ഓവർ കോൺഫിഡൻസ്. പിന്നെ ലാക്ക് ഓഫ് മാനേജ്മെന്റ്, മാനേജ്മെന്റ് ഉണ്ടാവുന്ന തെറ്റ് കാരണം എന്താണ്, വേണ്ട രീതിയിൽ കമ്മ്യൂണിക്കേഷനും കാര്യവും പൊസിഷനും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, തൊഴിലാളി വേണ്ട രീതിയിൽ സുരക്ഷിതമായിട്ട് വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ അവൻ്റെ എന്ത് ചെയ്യും, വേണ്ട PPE കൊടുക്കുന്നില്ല, PPE കേട് വന്നു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചോ കുഴപ്പമില്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മാറ്റാം, ഇങ്ങനെയുള്ളൊരു കണ്ടി. അതൊക്കെയാണ് ലാക്ക് ഓഫ് മാനേജ്മെന്റ്. പിന്നെയോ ഡിസിപ്ലിൻ ഉണ്ടാവില്ല. ഓക്കെ, സേഫ്റ്റി എൻഫോഴ്സ്മെന്റ് ശരിയായ രീതിയിൽ ചെയ്യുന്നില്ല, സേഫ്റ്റി ഓഫീസറെ നിയമിച്ചിട്ടില്ല, പകരം എന്ത് ചെയ്ത് ഒരു സീനിയർ സൂപ്പർവൈസറെ ആരെങ്കിലും വെച്ചാൽ നീ സേഫ്റ്റി നോക്കിയോന്ന് പറഞ്ഞാടൊക്കെ. ഇതൊക്കെ ലാക്ക് ഓഫ് മാനേജ്മെന്റിന്റെ അവസ്ഥയിലാണ്. പിന്നെയോ ഫിസിക്കൽ ഓർ മെന്റൽ അൺഫിറ്റ്, തൊഴിലാളിയുടെ എന്താണ് ശാരീരികമായ അല്ലെങ്കിൽ ഇത് മാനസികമായ ആ ജോലിക്ക് പറ്റാത്ത അവസ്ഥ. ഇതിനെയാണ് ഇത് പറയുന്നത് കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഹെബ്ബേൺ തിയറി? ഹെബ്ബേൺ തിയറി എന്താ പറയുന്നത്? An injury accident is the result of convergence of 4 factors. ഒരു ഇഞ്ചറി ആക്സിഡന്റ് സൃഷ്ടിക്കണമെങ്കിൽ 4 ഘടകങ്ങൾ ഒരുമിച്ച് കൂടിച്ചേരണം. ഏതെല്ലാണ്? അൺസേഫ് ആക്ഷൻ, അൺസേഫ് കണ്ടീഷൻ, then proximate, casual and personal. നോക്കിയോളൂ, അൺസേഫ് ആക്ഷനബിൾ ഇത് ആക്ഷൻ ആണ്, അത് എന്തൊരു തെറ്റിൽ വന്നതാണ്. ഓക്കെ, അൺസേഫ് കണ്ടീഷൻ, രണ്ടവസ്ഥകൾ, മനുഷ്യൻ തെറ്റും ചെയ്യും അതേപോലെ തന്നെ അവിടെ അപകടം വേണ്ട ഒരു പരിതസ്ഥിതിയും വരുന്നു. പിന്നെ പ്രോക്സിമേറ്റ് കേസ്, ആ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉള്ള നിലനിൽക്കുന്ന ആ അപകടത്തിലേക്ക് എത്തിക്കുന്ന ആ ഒരു അവസ്ഥ. then പേഴ്സൺ, അവന്റെ മെന്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ സ്റ്റേറ്റ്. ഈ 4 ഘടകം കൂടി ഒരുമിച്ച് വന്നാൽ കൂട്ടി ചോദിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു ആക്സിഡന്റ് വരുന്നത്. അത് നിങ്ങൾക്ക് ഒരു ട്രയാങ്കിൾ, 4 ട്രയാങ്കിൾ വന്ന് യോജിക്കുന്ന ചിത്രം പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പഠിക്കാം. വാട്ട് ആർ ദ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ഓഫ് അൺസേഫ് കണ്ടീഷൻ? അൺസേഫ് കണ്ടീഷന്റെ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ: ലാക്ക് ഓഫ് ജോബ് സേഫ്റ്റി, ഓക്കെ, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, slackness in safety enforcement, lack of safety policy, financial restriction, lack of commitment, leadership. Lack of job safety.
എന്താണ് ജോലിയിൽ സുരക്ഷാ മാനദണ്ഡങ്ങളില്ല, മെയിൻ്റനൻസ് സമയത്ത് ചെയ്യണം, ഓയിൽ സമയത്ത് മാറ്റണം, ഇതിനുള്ള പല കണ്ടീഷൻസ് ഉണ്ട്. ഇത്ര സമയത്ത് ഇത് ചെയ്യണം എന്നൊക്കെയുള്ള അതൊന്നും പരിപാലിക്കാതിരിക്കുക. ഓടുന്നത്ര ഓടട്ടെ, പിന്നെ നോക്കാം. പിന്നെയോ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. സേഫ്റ്റിയിൽ അങ്ങനെ പലതും പറയും, അതൊന്നും നടക്കുന്നില്ല, അപകടം വരേണ്ട സമയത്ത് വരും. ഓക്കെ, അതിൽ ദൈവഹിതാണെന്നുള്ള ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. പിന്നെ സ്ലാക്ക്നെസ് ഇൻ സേഫ്റ്റി അക്നോളജ്മെന്റ്, സുരക്ഷാ മാനദണ്ഡമൊക്കെ വേണ്ട രീതിയിൽ അവിടെ എന്ത് ചെയ്യുക, നടപ്പിൽ വരുത്താതിരിക്കുക, സ്ലാക്ക് ആവുക. ഓക്കെ, ലാക്ക് ഓഫ് സേഫ്റ്റി പോളിസി. പിന്നെ രാജ്യത്തിന്റെ നിയമം പറയാനുള്ള പോളിസി, പ്ലാനിങ്, സ്ട്രാറ്റജി ഒന്നും തയ്യാറാക്കാതെ വെറുതെ ഒരു പ്രൊഡക്ഷൻ എന്നുള്ള പ്രോസസ്സിൽ ഓടിക്കൊണ്ടിരിക്കുക. പിന്നെ സാമ്പത്തികമായ റെസ്ട്രിക്ഷൻ, എല്ലാ PPE കാര്യങ്ങൾക്കൊന്നും വാങ്ങാൻ വേണ്ട വിധത്തിൽ, അല്ലെങ്കിൽ മെയിൻ്റനൻസ്, ഓയിൽ മാറ്റാനും സ്പെയർ പാർട്ട് മാറ്റാനും ഒന്നുമില്ല, അതിനുള്ള കാശിന്റെ പ്രാരബ്ധങ്ങളും കാര്യങ്ങളും, അതുകൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ. ലാക്ക് ഓഫ് കമ്മിറ്റ്മെന്റ് ആൻഡ് ലീഡർഷിപ്പ്. പിന്നെ സൂപ്പർവൈസർ, മാനേജേഴ്സ്, ഇവർക്കൊക്കെ എന്താണ് അവരുടെ റെസ്പോൺസിബിലിറ്റിയും ഡ്യൂട്ടീസും ഉണ്ട്, അതൊക്കെ വേണ്ട രീതിയിൽ ചെയ്യണം. അപ്പം ലാസ്റ്റ് പറഞ്ഞത് ഏതാണ്, ഫിനാൻഷ്യൽ റിസ്ക്, ദെൻ ലാക്ക് ഓഫ് കമ്മിറ്റ്മെന്റ്. അത് വളരെ ഇതാണ്, കാരണം ലീഡർഷിപ്പ്, കാരണം ഓരോ സൂപ്പർവൈസറും മിഡിൽ മാനേജും ഓരോ സീനിയർ അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആൾക്കാരും അവരുടെ റെസ്പോൺസിബിലിറ്റീസും അതേപോലെ തന്നെ അവരുടെ അതോറിറ്റിയും അവർ വേണ്ട രീതിയിൽ കമ്മിറ്റ് ചെയ്യണം, അവരവിടെ നടത്താം. അല്ലെങ്കിൽ നടക്കേണ്ടത് അത് എൻ്റെ ഉത്തരവാദിത്തമല്ല, മറ്റേ കണ്ടു കഴിഞ്ഞാൽ മറിഞ്ഞു പോവുക, അതല്ലേ അതിൽ ഇടപെടാതിരിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഇതിൽ സൃഷ്ടിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് നോക്കോളൂ. മൾട്ടിപ്പിൾ കൊസേഷൻ. എന്താണ് മൾട്ടിപ്പിൾ കൊസേഷൻ? ഓക്കെ, എന്താണ് മൾട്ടിപ്പിൾ കൊസേഷൻ തിയറി? For a single accident, there may be many contributory factors, causes and subcauses, and that certain combination of these give rise to accident. നമ്മൾ ഒരു ആക്സിഡന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കാരണം എടുത്തു കഴിഞ്ഞാൽ ഒരു കാരണത്തിലല്ല ആ ആക്സിഡന്റ് സംഭവിച്ചിരിക്കുന്നത്. ആ ആക്സിഡന്റ് പിന്നിൽ നിങ്ങൾ പ്രത്യക്ഷത്തിൽ കാണുന്ന കാരണമല്ല, അതിന്റെ പിന്നിൽ എന്തുണ്ട്, കോൺട്രിബ്യൂട്ടീവ് ഫാക്ടേഴ്സ് ആയ കോസസും സബ് കോസസും സബ് കോസസും ഉണ്ടായിരിക്കും. മെയിൻലി ആയിട്ട് എന്താണ് കോസസും സബ് കോസസും എന്ന് പറയുന്നത്, എന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് വരുന്ന ഇതും പിന്നെ അതിന് പ്രേരക ഘടകവും. അതാണ് ഇങ്ങനെ ഏതൊരു ആക്സിഡന്റിനും ഒന്നിൽ കൂടുതൽ കാരണം ഉണ്ടായിരിക്കണം. ഒരു കാരണത്തിൽ ഒരിക്കലും ആക്സിഡന്റ് സംഭവിക്കില്ല. അത് ആ തിയറിയാണ് മൾട്ടിപ്പിൾ കൊസേഷൻ തിയറി പറയുന്നത്. എൻറിച്ച് ഡൊമിനോ തിയറി എന്താണ് പറയുന്നത്? എൻറിച്ച് ഡൊമിനോ തിയറി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആക്സിഡന്റിൽ 88% തൊഴിലാളികൾ അല്ലെങ്കിൽ ഹ്യൂമൻ റിലേറ്റഡ് ആണ്. അതിൽ തെറ്റുകൾ, മനുഷ്യനാൽ ചെയ്യുന്ന തെറ്റുകളിലാണ് 88% ആക്സിഡന്റ് ഉള്ളത്. 10% മാത്രമേ ടെക്നിക്കൽ ആയിട്ടുള്ള അൺസേഫ് കണ്ടീഷനിൽ വരുന്നുള്ളൂ. ആൻഡ് 2% ആണ് ബിയോണ്ട് ഹ്യൂമൻ കൺട്രോൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് നിയന്ത്രണത്തിന് പുറത്തു പോകുന്നത്. അവനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനെ ഹെൻറിച്ച് ഡൊമിനോ തിയറി പറയുന്നത് 88, 10, 2. അതേപോലെ തന്നെ വേറെയും പറയുന്നുണ്ട് 80, 18, 2. അപ്പൊ ഡൊമിനോ തിയറി അനുസരിച്ച് 88, 10, 2 ഇതിന്റെ റേഷ്യോ പറയുന്നത്. അടുത്താണ് ചാപ്റ്റർ 4 റിവിഷൻ ആണ്, പ്ലാനിംഗ് ഓർഗനൈസേഷൻ ഫോർ സേഫ്റ്റി. ഓക്കെ, വാട്ട് ഈസ് സേഫ്റ്റി പോളിസി? ആദ്യമായിട്ട് സേഫ്റ്റി പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ സുരക്ഷ കൊണ്ടെടുക്കാൻ അതിന് ലിഖിതമായ ഒരു രേഖ ഉണ്ടായിരിക്കണം. അതാണ് പോളിസി എന്ന് പറയുന്നത്. സേഫ്റ്റി പോളിസി ഈസ് എ റിക്കഗ്നൈസ്ഡ് റിട്ടൺ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇറ്റ്സ് കമ്മിറ്റ്മെന്റ് ടു പ്രൊട്ടക്ട് ദ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫ് ദ എംപ്ലോയീസ് ആസ് വെൽ ആസ് ദ സറൗണ്ടിങ് കമ്മ്യൂണിറ്റി. There are generally 3 sections in a safety policy. നോക്കിയോളൂ, സേഫ്റ്റി പോളിസി എന്ന് വെച്ചാൽ റിക്കഗ്നൈസ്ഡ് ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി നിയമത്തിൽ ഉൾക്കൊള്ളുന്നതായിരിക്കണം. പിന്നെ ലിഖിതമായിരിക്കണം. പിന്നെ അതിന്റെ കമ്മിറ്റ്മെന്റ് എന്താ, അതിന്റെ ഗോൾ എന്താണ്, ലക്ഷ്യം എന്താണ്? ടു പ്രൊട്ടക്ട് ദ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫ് എംപ്ലോയീസ്. ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന, തൊഴിൽശാലയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളുടെ ഹെൽത്തും ഒക്യുപേഷണൽ സേഫ്റ്റിയും ഹെൽത്ത് സേഫ്റ്റിയും എൻഷുർ ചെയ്യുക. ആസ് വെൽ ആസ് അതേപോലെ തന്നെ ഇത് ഫാക്ടറിക്ക് ചുറ്റുവട്ടങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളെയും വിളിക്കുക. ഒരു
സാധാരണ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോളിസിയിൽ ഒരു ഏറ്റവും ചെറിയ പോളിസിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ 3 എലിമെന്റ്സ് അല്ലെങ്കിൽ സെക്ഷൻസ് ഉണ്ടാവും. ഒന്ന് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ പോളിസി, അതാണ് പ്രിയാമ്പിൾ എന്ന് പറഞ്ഞ ആമുഖം. ദെൻ റെസ്പോൺസിബിലിറ്റി, അവിടെയുള്ള ഓർഗനൈസേഷനും എങ്ങനെയാണ്, അല്ല ആരിലാണ് ഈ സുരക്ഷയ്ക്ക് ഉത്തരവാദിത്തപ്പെട്ട് അവരുടെ ഡ്യൂട്ടീസ് എന്താണത്. അറേഞ്ച്മെന്റ് ആൻഡ് പ്രൊസീജിയർ, പിന്നെ അവിടെ ഈ കാര്യങ്ങൾ നടക്കാനുള്ള അവിടെയുള്ള സംവിധാനം എന്താണ്, ഏതെല്ലാം രീതിയിലാണ് ഇവിടെ സുരക്ഷ ഉറപ്പാക്കുന്നത്. അതാണ് ഔട്ട്ലൈൻ ദ ഡീറ്റെയിൽസ് ഓഫ് പ്രൊസീജിയർ ഇൻക്ലൂഡിംഗ് റിഡക്ഷൻ ഓഫ് ഹസാർഡ് പോളിസി. ഓക്കെ, അടുത്തത് ഇതിൽ നോക്കിക്കോളൂ. ഏത് തൊഴിൽശാലയില് 5-ൽ കൂടുതൽ തൊഴിലാളികളുണ്ടോ അവിടെ നിർബന്ധമായും റിട്ടൺ സേഫ്റ്റി പോളിസി ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് അടുത്തത്. നോക്കിക്കോളൂ. വാട്ട് ഈസ് ഹസാർഡ് ആൻഡ് എഫക്റ്റ് മാനേജ്മെന്റ്? വാട്ട് ഈസ് ഹസാർഡ് ആൻഡ് എഫക്റ്റ് മാനേജ്മെന്റ്? ഇതില് നമ്പറിങ്ങില് കറക്റ്റ് ആണ്. വാട്ട് ഈസ് ഹസാർഡ് ആൻഡ് എഫക്റ്റ് മാനേജ്മെന്റ്? HEM. HEM എന്ന് വെച്ചാൽ HEM means identification of hazard, its analysis and control of hazard at critical activities. ചില അപകടം പിടിച്ച ജോലികളിൽ ഹസാർഡുകളെ വളരെ മുൻകൂട്ടി എല്ലാ അപകടം സൃഷ്ടിക്കുന്ന ഹസാർഡുകളെയും കണ്ടുപിടിച്ച് അനലൈസ് ചെയ്തിട്ട് അവിടെ അതിന്റെ നിയന്ത്രണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്ന മാനേജ്മെന്റിനെ ആണ് എന്ത് പറയുന്ന, ആ രീതിക്കാണ്, പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, HEM, ഹസാർഡ് ആൻഡ് എഫക്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് സേഫ്റ്റി പോളിസി? ഒരു സേഫ്റ്റി പോളിസിക്ക് വേണ്ട അത്യന്തം സവിശേഷതകൾ ഏതെല്ലാണ്? ഒന്ന് ഫ്ലെക്സിബിലിറ്റി, എക്സ്പ്ലിറ്റ്നെസ്, കോഹറൻസ്, പ്രാഗ്മാറ്റിസം ആൻഡ് അക്സെപ്റ്റബിലിറ്റി. 4 എണ്ണമാണ്. ഫ്ലെക്സിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ആക്ടിവിറ്റീസിനും യോജിക്കുന്ന രീതി, ഏതെങ്കിലും ഒന്നില്ല മറ്റൊന്നും വിട്ടുകളാൻ പറയാം. അതിൽ എന്തെല്ലാം ആക്ടിവിറ്റീസ് ഉണ്ടോ ആ ആക്ടിവിറ്റീസ് മുഴുവൻ അതിൽ, അതാണ് ഫ്ലെക്സിബിലിറ്റി. എല്ലായിടത്തും യോജിക്കുന്നതായിരിക്കണം. പിന്നെ എന്താണ്, ഒരു ഡൗട്ടും ഇല്ലാത്ത ക്ലിയർ ആയിട്ട് സുരക്ഷയെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കണം. കോഹറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും റിലേഷൻഷിപ്പ് ഉണ്ടാകരുത്, ഒന്ന് വേറൊന്നിന് കോൺട്രഡക്റ്റ് ഉണ്ടാവാൻ പാടില്ല. പ്രാഗ്മാറ്റിസം എന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ ആവുന്നതേ ഇല്ലാതെ നോൺ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യവും പോളിസിയിൽ പറയാൻ പാടില്ല. അക്സെപ്റ്റബിലിറ്റി, എല്ലാ സെക്ഷനിലെ തൊഴിലാളി ടോപ്പ് മുതൽ ഏറ്റവും താഴത്തെ തൊഴിലാളി വരെ സ്വീകരിക്കാവുന്നത് ആയിരിക്കും, അക്സെപ്റ്റബിൾ ആയിരിക്കണം. അടുത്തത് വാട്ട് ഈസ് സേഫ്റ്റി കമ്മിറ്റി? ഒരു സേഫ്റ്റി കമ്മിറ്റി എന്ന് വെച്ചാൽ എന്താ? എ സേഫ്റ്റി കമ്മിറ്റി ഈസ് ആൻ ഓർഗനൈസേഷണൽ ഗ്രൂപ്പ്, കുറച്ച് ആൾക്കാരുടെ കൂട്ടായ്മയാണ്. വിത്തിൻ എ വർക്ക് പ്ലേസ്, ഒരു തൊഴിൽശാലയിൽ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത്. വിത്ത് മെമ്പേഴ്സ് ഫ്രം മാനേജ്മെന്റ്, അതിൽ ഉൾക്കൊള്ളുന്ന ആൾക്കാരെല്ലാം മെമ്പേഴ്സ്, അതിലെ മെമ്പേഴ്സ് അംഗങ്ങള്, മെമ്പേഴ്സ് വെച്ചാൽ അംഗങ്ങള്. മാനേജ്മെന്റ് എന്നുള്ള ആൾക്കാരുണ്ട്, വർക്കേഴ്സ് ഉണ്ട്, പിന്നെ ഓൾ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതുകൂടാതെ മറ്റുള്ള എല്ലാ സ്റ്റാഫും ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഗ്രൂപ്പാണ് എന്താണ് ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്ത് സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയുള്ള ഏതാണ് കമ്മിറ്റി ആണത്. ഓക്കെ, അതുകൊണ്ട് എല്ലാ ലെവലിലും. ഇനി ചാപ്റ്റർ 5ന്റെ പ്രൊവിഷനാണ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് അനാലിസിസ്. എന്താണ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ? വാട്ട് ഈസ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ? ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ദ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് ദ റൂട്ട് കോസ് ഓഫ് ആക്സിഡന്റ്. ഒരു അപകടം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അപകടം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നിർണയിക്കുന്ന പ്രോസസ്സിനെയാണ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓൺ ദ ജോബ് ഇഞ്ചുറീസ്, പ്രോപ്പർട്ടി ഡാമേജ് ആൻഡ് ക്ലോസ് കോൾസ് ഇൻ ഓർഡർ ടു പ്രിവെന്റ് ദം ഫ്രം ഒക്കറിങ് അഗെയിൻ. അതെന്തിനു വേണ്ടിയിട്ടാണ്? വീണ്ടും ഇതേ കാര്യം തനി ആവർത്തിച്ച് ഇഞ്ചുറിയും ലോസും ഡാമേജും ഒന്നും സൃഷ്ടിക്കാൻ പാടില്ല. അതിനു വേണ്ടി ഉള്ള ഒരു പ്രക്രിയയാണ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ. അടുത്തത് നോക്കിക്കോളൂ. ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷന്റെ സ്റ്റാൻഡേർഡ് ആണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പറയുന്ന 3786 പ്രകാരം മാനദണ്ഡത്തിലാണത് ചെയ്യുന്നത്. ഓക്കെ, ഹൗ വിൽ യു ഇവാലുവേറ്റ് സേഫ്റ്റി അച്ചീവ്മെന്റ് ഇൻ എ ഫാക്ടറി? ഒരു ഫാക്ടറിയിൽ ഞാൻ അവിടെ സുരക്ഷാ മാനദണ്ഡങ്ങളുണ്ട്, ആ മാനദണ്ഡങ്ങളുടെ
എബിലിറ്റി എന്താണ്, അതിൻ്റെ പെർഫോമൻസ് എന്താണ്, അതങ്ങനെ അളക്കുന്നത് എങ്ങനെയാണ്. ആ അളക്കുന്ന രീതിക്കാണ് എന്തായിരുന്നു ബൈ കാൽക്കുലേഷൻ ഓഫ് FR and SR. ആക്സിഡന്റ് ഫ്രീക്വൻസി റേറ്റ്, ആക്സിഡന്റ് സിവിയറിറ്റി റേറ്റ്, രണ്ട് മാനദണ്ഡങ്ങൾ എടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സേഫ്റ്റി അച്ചീവ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. FR മീൻസ് നമ്പർ ഓഫ് റിപ്പോർട്ടബിൾ ലോസ് ടൈം ഇഞ്ചുറി, SR മീൻസ് ടോട്ടൽ നമ്പർ ഓഫ് മാൻ ഡേയ്സ് ലോസ്. ഇതിന്റെ കാൽക്കുലേഷൻ ഒക്കെ ഞാൻ ബുക്ക് പറഞ്ഞു തന്നിട്ട് അതൊക്കെ പഠിച്ചോളണം. വാട്ട് ഈസ് ആക്സിഡന്റ് റിപ്പോർട്ടിംഗ്? ആക്സിഡന്റ് റിപ്പോർട്ടിംഗ് എന്ന് വെച്ചാൽ എന്താണ്? മെത്തേഡ് ആൻഡ് പ്രാക്ടീസസ് ഫോർ റിപ്പോർട്ടിംഗ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ആക്സിഡന്റ്. ഒരു തൊഴിൽശാലയിൽ ഒരു ഇൻസിഡന്റോ ആക്സിഡന്റോ നിയർ മിസ്സോ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും സേഫ്റ്റി ഓർഗനൈസേഷന് അത് അറിയാതെ പോകാൻ പാടില്ല. എന്ത് സംഭവിച്ചു അതിന്റെ വിശദ വിവരം സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിൽ എത്തണം. അതിനുള്ള ഒരു പ്രൊസീജിയർ മെത്തേഡാണ് ആക്സിഡന്റ് റിപ്പോർട്ടിംഗ്. ഓക്കെ, അതിന് സൂപ്പർവൈസറാണ് ഇത് ഇനീഷ്യൽ ആയിട്ടുള്ള പ്രിലിമിനറി റിപ്പോർട്ട് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, പിന്നെ ഡിപ്പാർട്ട്മെന്റ് അതിനെ ഇലോബറേറ്റ് ചെയ്ത് പിന്നെ സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് കൊടുക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ ആ ആക്സിഡന്റിന്റെ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അതാണ്. ഓക്കെ, നോ മാറ്റർ ഹൗ contingent the safety efforts are, accidents are going to happen sometime due to human or system error. ഒരിക്കലും നമുക്ക് അപകടം ഉണ്ടാവില്ല, ഇവിടെ അത്ര കണ്ട് സുരക്ഷാന്നൊന്നും ഇത് പ്രഖ്യാപിച്ചങ്ങ് ഇതാവാനൊന്നും പറ്റില്ല. കാരണം എന്താണ്, എന്തെങ്കിലും ചെറിയ റീസൺ മതി ഒരു അപകടത്തിലേക്ക് നയിക്കാം. അപ്പൊ എന്താണ്, ഏത് അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അറിയണം, അതിനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം, അതിനെ അനലൈസ് ചെയ്യണം, പിന്നീട് അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ മുൻകരുതലുകളും എടുത്തിരിക്കണം. ഇതിനെയാണ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് അനാലിസിസ്. നിങ്ങളുടെ ബുക്കിൽ അതെങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്ന രീതിയൊക്കെ പറഞ്ഞുകൊണ്ട് കൂടുതൽ അത് വായിച്ചു. ലാസ്റ്റ് ചാപ്റ്ററിന്റെ റിവിഷൻ ആ ഫസ്റ്റ് ബുക്കിന്റെ ഇത് നോക്കിക്കോളൂ. ആക്സിഡന്റ് പ്രിവെൻഷൻ പ്രോഗ്രാം. ആക്സിഡന്റ് ഇല്ലാതാക്കുന്ന പ്രോഗ്രാം പദ്ധതികൾ ഏതെല്ലാം എന്നുള്ളതാണ്. വാട്ട് ഈസ് ആക്സിഡന്റ് പ്രിവെൻഷൻ പ്രോഗ്രാം? ആക്സിഡന്റ് പ്രിവെൻഷൻ പ്രോഗ്രാം എന്ന് വെച്ചാൽ എന്താണ്? ആക്സിഡന്റ് പ്രിവെൻഷൻ പ്രോഗ്രാം APP എന്നാണ് അതിന് പറയുന്നത്. ഈസ് എ റിട്ടൺ ഡോക്യുമെന്റ് ദാറ്റ് എക്സ്പ്ലെയിൻ ഹൗ ടു ഐഡന്റിഫൈ ഹസാർഡ്സ് ഇൻ ദ വർക്ക് പ്ലേസ് ആൻഡ് ഹൗ ടു മിറ്റിഗേറ്റ് ദോസ് ഹസാർഡ്സ്. ഇതൊരു വളരെ തയ്യാറാക്കപ്പെട്ട, വളരെ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്ത് ഇന്റർനാഷണൽ അല്ലെങ്കിൽ വളരെ ലെവലിൽ നടന്നിട്ട് സേഫ്റ്റിയുടെ ഒരു സയന്റിഫിക് റിസർച്ചിന്റെ റിസൾട്ടാണ്. ഓക്കെ, എന്താണ്? ഫാക്ടറിയിലുള്ള ഹസാർഡുകളെയും അതേപോലെ തന്നെ ആ ഹസാർഡുകളിൽ വരുന്ന അപകടങ്ങളെയും എങ്ങനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാം, അതിന്റെ പദ്ധതി അല്ലെങ്കിൽ പ്രോഗ്രാമാണ് APP. നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തന്നത് ഒരൊറ്റൊന്നേ പഠിപ്പിച്ചു തന്നത് 5E പ്രൊസീജിയർ ആണ്. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. വാട്ട് ഈസ് 5E ടു പ്രിവെന്റ് ആക്സിഡന്റ്? 5E are the 5 methods utilized to control accident in a workplace. ഒരു തൊഴിൽശാലയിൽ അപകടങ്ങളെ നിയന്ത്രിക്കുന്ന 5 മെത്തേഡ് രീതിയാണ് 5E എന്ന് പറയുന്നത്. അതേതെല്ലാണ്? ദേ ആർ എഡ്യൂക്കേഷൻ, എഞ്ചിനീയറിംഗ്, എൻതൂസിയാസം, എൻഫോഴ്സ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ. 5 മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. വാട്ട് ഈസ് എഡ്യൂക്കേഷൻ? ആദ്യത്തേത് എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ ഈസ് ദ സിഗ്നിഫിക്കന്റ് പാർട്ട് ഓഫ് യുവർ സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാക്ടറിയുടെ കേട്ടോ. ദാറ്റ് വിൽ എൻഷുർ യു പ്രൊമോട്ട് എ സേഫ് എൻവയോൺമെന്റ് ആൻഡ് വർക്ക് പ്ലേസ്. ഏതൊരു തൊഴിൽശാലയിലും നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ സുരക്ഷയെ പറ്റി അവരെ പഠിപ്പിക്കണം. അതാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്ത് ചെയ്യുന്നു പ്രൊമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം എന്താണ്? എഡ്യൂക്കേഷൻ. ജോലിയെ പറ്റിയും സേഫ്റ്റിയെ പറ്റിയും, ഫാക്ടറിയിൽ ഒരുത്തം വന്നു കഴിഞ്ഞാൽ ഫാക്ടറിയെ പറ്റി എന്താണ്, ഇവിടെ എന്തെല്ലാം ജോലി നടക്കും, ഇവിടെ എങ്ങനെ ഉപയോഗിക്കുന്നു, എന്തെല്ലാം അപകടങ്ങളുണ്ട് എന്നൊക്കെ അവനെ പഠിപ്പിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ, ക്ലാസ് റൂം സ്റ്റഡീസ് ഉണ്ട്, പ്രാക്ടിക്കൽ ഉണ്ട്, അനവധി രീതിയിൽ പിന്നെ ഇതുണ്ട്, അപ്രന്റീസ്ഷിപ്പ് ഉണ്ട്, ഓക്കെ, ലെക്ചർ ടൈപ്പ് ഉണ്ട്, പിന്നെ ഓൺ ദ ജോബ് ഉണ്ട്. ഇതൊക്കെ എഡ്യൂക്കേഷൻ മെത്തേഡാണ്. സൂട്ടബിൾ എഡ്യൂക്കേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ആണ് സേഫ്റ്റി എൻഷുർ ചെയ്യുക. അല്ലെങ്കിൽ ആക്സിഡന്റ് എന്ന് വെച്ചാൽ എങ്ങനെയാണ് ആക്സിഡന്റ് വരുന്നത്, നീ എന്തെല്ലാം ചെയ്താണ് അത് പഠിപ്പിച്ചെടുക്കുകയാണ് അവൻ. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് എഞ്ചിനീയറിംഗ്? എഞ്ചിനീയറിംഗ് ഹെൽപ്പ് ടു ക്രിയേറ്റ് എ സേഫ് വർക്കിംഗ് എൻവയോൺമെന്റ്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രോഗ്രാം, EHS പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഏതാണ് സാങ്കേതികമായ യാന്ത്രികം അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ പിൻബലത്തിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ബ്രോഡ് കൺസെപ്റ്റ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ design, development, implementation, operation and maintenance of both quality control program and physical safety measures of employees. ഇതൊരു എന്താണ് ആ പ്രൊഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റമറ്റ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ടാക്കണം. ക്വാണ്ടിറ്റിയും വേണം, ക്വാളിറ്റിയും വേണം. ഓക്കെ, അതിനെന്താണ് ശാസ്ത്രത്തിന്റെ പിൻബലം ഉപയോഗിച്ച് മെഷീനറിയിൽ ഉപയോഗിക്കുന്ന ശാസ്ത്രം ഏതെല്ലാം രീതിയിൽ എങ്ങനെ എല്ലാം ചെയ്യണം എന്നുള്ള ഇതിനനുസരിച്ച് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. കാരണം ആ മിഷൻ പ്രവർത്തിക്കുന്നത്, അതിൻ്റെ മെയിൻ്റനൻസ്, കൺട്രോള്, ഷട്ട് ഡൗൺ പ്രൊസീജിയർ, എമർജൻസി ഷട്ട് ഡൗൺ പ്രൊസീജിയർ, അപകടം ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യുന്ന ഒക്കത്തിനും എന്തുണ്ട് അവിടെ ഒരു സിസ്റ്റം പറയുന്നുണ്ട്, ആ രീതി പറയുന്നുണ്ട്. അതാണ് എഞ്ചിനീയറിംഗ്. ഇനി വാട്ട് ഈസ് എൻഫോഴ്സ്മെന്റ്? എൻഫോഴ്സ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? The key component of work and environment safety as it reinforces the laws that serve to protect the workers. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യം പറയുന്നുണ്ട് തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കണം. പക്ഷേ തൊഴിലാളിയെ സുരക്ഷ ഉറപ്പാക്കുന്നുണ്ടെങ്കിൽ എന്താണ് തൊഴിൽശാലയിലെ ചില നിയമങ്ങൾ അനുസരിച്ചേ പറ്റൂ. ആ നിയമങ്ങളെ അവിടെ നടപ്പിലാക്കുന്നതിനാണ് എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, the primary role of enforcement is to reduce incident, save lives and facilitate a hazard-free and efficient work environment. എന്തിനു വേണ്ടിയിട്ടാണത്? ആക്സിഡന്റ് ഇല്ലാത്ത, ഏതാണ് ജനങ്ങളെ ജീവന നഷ്ടം വരാത്ത, നല്ല ഒരു ഹസാർഡ് ഫ്രീ ആയിട്ടുള്ള